ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 61ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാസ്, ഹാവ് എന്നീ വാക്കുകളുടെ ഉണ്ട് എന്നർത്ഥത്തിലുള്ള ബ്രിട്ടീഷ് സ്റ്റൈല് ആണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഹാഡ് എന്ന വാക്കിന്റെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ ഈ വാക്ക് ബ്രിട്ടീഷ് സ്റ്റൈലിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആമുഖമായിട്ട് കുറെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇന്ന് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം തന്നെ എന്താണ് ഹാഡിന്റെ ഈ സ്റ്റൈല് പഠിക്കാം. ഓക്കെ, നമുക്ക് അമേരിക്കൻ സ്റ്റൈൽ, ബ്രിട്ടീഷ് സ്റ്റൈൽ. നമ്മള് അമേരിക്കൻ സ്റ്റൈല് മുൻപ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ബ്രിട്ടീഷ് സ്റ്റൈല് പഠിക്കാൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മെമ്മറിയിൽ വരേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമുക്ക് 4 സബ്ജക്റ്റാണ് മാസ്റ്റർ ചെയ്യുന്നത് അറിയാലോ. അത് നമുക്ക് സബ്ജക്റ്റ് സിംഗുലർ നോക്കാം, ഏകവചനം. നമുക്ക് He had a cycle. അവന് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അമേരിക്കൻ സ്റ്റൈലില് ഇതിന്റെ നെഗറ്റീവ് എന്താ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം. നോക്കുക, ഹാസിന് പകരം ഡാസ് നോട്ട് ഹാവും, ഹാവിന് പകരം ഡു നോട്ട് ഹാവും, ഹാഡിന് പകരം എന്താണ് ഡിഡ് നോട്ട് ഹാവ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാഡിന് പകരം എന്ത് ചെയ്യണം? അമേരിക്കൻ സ്റ്റൈലില് നെഗറ്റീവ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഈ ഹാഡിന് പകരം എന്ത് ചെയ്യണം? ഡിഡ് നോട്ട് ഹാവ് വെക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഇപ്പൊ പറഞ്ഞത് മാത്രം കേട്ടാ. അപ്പൊ ഇങ്ങനെയാണ് നെഗറ്റീവ് വരിക. 1, 2. എന്താ? അവന് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹാഡിന് പകരം എന്ത് പറയണം? ഡിഡ് നോട്ട്. ഹി ഡിഡ് നോട്ട് ഹാവ് എ സൈക്കിൾ. ഹി ഡിഡ് നോട്ട് ഹാവ് എ സൈക്കിൾ. ഇനി പോസിറ്റീവ് ചോദ്യം എന്താണ്? അവന് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ ചോദിക്കുക? ഈ ഡിഡ് നോട്ട് ഹാവിലെ ഈ ഡിഡ് ഹാവ് എടുത്ത് ഈ സബ്ജക്റ്റിന്റെ ലെഫ്റ്റ് റൈറ്റ് വെക്കുക. ലെഫ്റ്റ് 3. ഡിഡ് ഹി ഹാവ്. കണ്ട, ഈ ഡിഡ് ഹാവ് എടുത്ത് ലെഫ്റ്റ് റൈറ്റ് വെച്ചു. ഡിഡ് ഹി ഹാവ്. പിന്നെന്താ? എ സൈക്കിൾ. നമ്മൾ മുൻപ് പഠിച്ചതാണ്, നമ്മൾ പറഞ്ഞു പോകണ്ട. 4ാമത്തെ എന്താണ്? അവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അതിന് നോക്കുക, ഈ നെഗറ്റീവ് ആയതിന്റെ ഡിഡ് നോട്ട് മുന്നോട്ട് എന്ത് വരും? ഡിഡ് നോട്ട്. ഇതിനോടാണ് എന്താണ്? ഹി ഹാവ് എ സൈക്കിൾ അല്ല, ഹി ഹാഡ് എ സൈക്കിൾ. അവന് സൈക്കിൾ ഉണ്ടായിരുന്നു. ഹി ഡിഡ്ന്റ് ഹാവ് എ സൈക്കിൾ. അവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ല. ഡിഡ് ഹി ഹാവ് എ സൈക്കിൾ. അവന് സൈക്കിൾ ഉണ്ടായിരുന്നോ? ഡിഡ്ന്റ് ഹി ഹാവ് എ സൈക്കിൾ. അവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെ ഈ പോസിറ്റീവായും നെഗറ്റീവായും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 7 ആൻസറുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ്? യെസ്, യെസ് ഹി ഹാഡ്. യെസ് ഹി ഹാഡ് എ സൈക്കിൾ. നോ, നോ ഹി ഡിഡ്ന്റ് ഹാവ്. നോ ഹി ഡിഡ്ന്റ് ഹാവ് എ സൈക്കിൾ. നോ ഹി ഹാഡ് എ ബൈക്ക്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ താഴെ 7 ഉത്തരങ്ങൾ എഴുതി മാഷിന് നേരെ കളയുന്നില്ല. നമുക്കിതിന്റെ ബ്രിട്ടീഷ് സ്റ്റൈൽ നോക്കാം. നമ്മൾ ഹാസ്, ഹാവിന്റെ ബ്രിട്ടീഷ് സ്റ്റൈല് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാഡിന്റെ ബ്രിട്ടീഷ് സ്റ്റൈല് വളരെ എളുപ്പമായിരിക്കും. കാരണം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തായിരിക്കും? 2 തരത്തില് ബ്രിട്ടീഷ് സ്റ്റൈലുണ്ട്. ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഒന്നെന്താണ്? എഴുതാൻ പോവാണ്. എന്താണ് 1ാമത്തെ സ്റ്റൈല്? ഈ വാചകം എന്താണ്? ഹി ഹാഡ് എ സൈക്കിൾ. അവനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഇനി നെഗറ്റീവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ ഈസ്, ആറ്, അമ്മ, വാസ്, വേറെയൊക്കെ
എങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ടാക്കിയത് അതുപോലെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹാസ്കാവനും ചെയ്തത്. അതേ പരിപാടി തന്നെയാണ് എന്ത് ഇവിടെയും. അപ്പോൾ ഈ ബ്രിട്ടീഷ് സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ എളുപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നെഗറ്റീവ് ഉണ്ടാക്കുക 2. ഹി ഹാഡ് ഈ നോട്ട് ഉണ്ടോ? ഹി ഈസ് നോട്ട് ആർ നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഹാഡ് നോട്ട്. അയ്യോ എന്താണ് ഹി ഹാഡ് നോട്ട്. ഹാഡിന് നേരിട്ട് നോട്ട് ചേർത്തു. ഹാഡ് നോട്ട് എ സൈക്കിൾ. ഇനി 3 എന്താ ചോദ്യം ഉണ്ടാക്കുക? ഈ ഹാഡ് മുന്നോട്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഹാഡ് മുന്നോട്ട് അപ്പൊ എന്ത് വരും? ഹാഡ് ഹി എ സൈക്കിൾ ചോദിച്ചത്. 4ാമത്തെ എന്താണ്? ഈ ഹാഡ് നോട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഈ ഹാഡ് നോട്ട് മുന്നോട്ട് എന്ത് വരും? ഹാഡ് നോട്ട് പിന്നെ ഈ അങ്ങോട്ട് ഹി എ സൈക്കിൾ. അപ്പൊ അമേരിക്കൻ വാചകം പോലെ ഒരു 4 എന്താണ് ബ്രിട്ടീഷ് വാചകം വന്നു. അപ്പൊ എന്താണ്? ഹി ഹാഡ് എ സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നു. ഹി ഹാഡ് നോട്ട് അല്ലെ ഹാഡിന്റെ സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ല. ഹാഡ് ഹി എ സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നു. ഹാഡ് നോട്ട് ഹി എ സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ. ഇനി 5ാമത് ഒരു നെഗറ്റീവ് ഉണ്ട്. 5ാമത് വാചകം എന്താണ്? നമ്മുടെ നോ പ്രയോഗം മറന്നിട്ടില്ലല്ലോ. നോ പ്രയോഗം അതെങ്ങനെ ഉണ്ടാക്കുക? 5 ഈ 2ാമത്തെ വാചകം അതിൽ നോട്ട് എക്ക് വരും നോ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് വരും? ഹി ഹാഡ്. നോട്ട് എയും കൂടി മാറ്റി കഴിഞ്ഞാൽ എ ഹി അല്ല എന്താണ്? നോട്ട് എക്ക് വരും നോ. ഹി ഹാഡ് നോ എന്താണ് സൈക്കിൾ. ഇങ്ങനെ എന്താണ് 5 വാചകം. അപ്പോ ഹാഡ് ഉപയോഗിച്ച് അമേരിക്കൻ സ്റ്റൈലില് ഒരു നെഗറ്റീവ് വാചകമുണ്ട്, ബ്രിട്ടീഷ് സ്റ്റൈലില് 2 നെഗറ്റീവ് വാചകമുണ്ട്. എന്താണ് 2 നെഗറ്റീവ്? ഒന്ന് ഹി ഹാഡ് നോട്ട് എ സൈക്കിൾ എന്നും ഹി ഹാഡ് നോ സൈക്കിൾ എന്നും പറയാം. അപ്പൊ എന്താണ് ഈ നോട്ട് എ? കണ്ട നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഏഴ് പഠിച്ചിരുന്നില്ല. നോട്ട് എക്ക് പകരം വെറുതെ നോ എന്ന് പറഞ്ഞാൽ നോയെ സൈക്കിൾ എന്ന് പറയരുതെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആണയിട്ട് പറഞ്ഞത് നിങ്ങളോട്. ഓക്കെ, ഇനി നമുക്ക് 72 ഉണ്ടാക്കാം. ആൻസേഴ്സ് ANSWERS. ഇവിടെ 2 ചോദ്യത്തിൽ എന്താ? ഹാഡ് ഹി എ സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നു. അതിന് അടുത്ത ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഹാഡ് നോട്ട് ഹി എ സൈക്കിൾ, അവനൊരു സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ കേൾക്കണ ആൾ എന്ത് പറയും? ഉണ്ടായിരുന്നു അല്ലെ. 1ാമത്തെ ഉത്തരം ഉണ്ടാക്കുക 1 യെസ്. 2 എന്താ പറഞ്ഞോ? യെസ് എഴുതിയിട്ട് ഈ ഫസ്റ്റ് വാചകത്തില് സബ്ജക്റ്റ് കുറവ് യെസ് ഹി ഹാഡ്. ഇനി 3 എന്താ? യെസ് എഴുതിയിട്ട് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്താ? യെസ് ഹി ഹാഡ് എ സൈക്കിൾ. 4ാമത്തെ വാചകം നെഗറ്റീവ് വാചകമാണ് നോ. 5 നോ എഴുതിയിട്ട് എങ്ങനെയാ പറഞ്ഞ നിങ്ങൾക്കറിയാലോ. ഈ നെഗറ്റീവ് വാചകല്ലേ 2ാമത്തെ വാചകം അല്ലെ ഹി ഹാഡ് നോട്ട് എന്ത് വരും? നോ ഹി ഹാഡ് നോട്ട്. ഇവിടെ ഹാഡ് വരെ, ഇവിടെ ഹാഡ് നോട്ട്. 6 എന്താ? നോ എഴുതിയിട്ട് ഈ വാചകം എന്താണ് മുഴുവൻ? അപ്പൊ എന്താ? ഹി ഹാഡ് നോട്ട് എ സൈക്കിൾ. 7ാമത്തെ എന്താണ്? അതിന് നമ്മൾ ഉണ്ടാക്കുക നോ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് വാചകത്തില് സൈക്കിളിന് പകരം എന്തെങ്കിലും വയ്ക്കാം. എന്താണ്? ഹി ഹാഡ് എ ബൈക്ക്. നമ്മൾ ഇപ്പുറത്ത് 72 പണ്ടേ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതൊന്നും വീണ്ടും പറയുന്നില്ല. ഇതാണ് നമ്മുടെ പുതിയത്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതാ പറയണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പറയാറില്ല. അമേരിക്കൻ സ്റ്റൈലാണ് സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ്? ഹി ഡിഡ്ന്റ് ഹാവ് എ സൈക്കിൾ. അതാണ് നമ്മുടെ ഒരു സ്റ്റൈല്. നിങ്ങൾ UK പോവുകയാണെങ്കിൽ എന്താണ് ഇത് പറഞ്ഞാൽ മതി. ഹി ഹാഡ് നോട്ട് എ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇല്ല. എല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ എന്താണ് ഇവിടെ 2 ചോദ്യം എന്താണ്? ഹാഡ് ഹി എ സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നോ?
അതിലെന്താണ് ഹാഡ് നോട്ട് ഹി സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ? കേട്ടാലൊന്നും യെസ് ഉണ്ടായിരുന്നു. യെസ് ഹി ഹാഡ്, അവനുണ്ടായിരുന്നു എന്താ ഒരു സൈക്കിള്. യെസ് ഹി ഹാഡ് എ സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ നോ ഉണ്ടായിരുന്നില്ല. നോ ഹി ഹാഡിൻറ്റ്, അവരൊന്നും ഉണ്ടായിരുന്നില്ല സൈക്കിള്. നോ ഹി ഹാഡിൻറ്റ് എ സൈക്കിൾ, അവർക്ക് സൈക്കിളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ എന്താണ് ഉണ്ടായിരുന്നത്? നോ ഹി ഹാഡ് എ ബൈക്ക്, അല്ല അവനത് ബൈക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കിത് മുഴുവൻ ബൈ ഹാർട്ട് പറയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലെങ്ത് ചെയ്തിട്ട് പറയുന്നില്ല എന്ന് പറയും. നമുക്കൊന്ന് പറഞ്ഞു നോക്കി മൊത്തം എന്താണ് ഈ അഞ്ചാമതിനായിട്ട് പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് ഒരുമിച്ച് ഹി ഹാഡ് എ സൈക്കിൾ, നെഗറ്റീവ് ഹി ഹാഡിൻറ്റ് എ സൈക്കിൾ. ചോദ്യം ഹാഡ് ഹി എ സൈക്കിൾ. അടുത്ത് ഹാഡിൻറ്റ് ഹി എ സൈക്കിൾ. അഞ്ചാമത് എന്താ? ഹി ഹാഡ് നോ സൈക്കിൾ. ഉത്തരം യെസ്, യെസ് ഹി ഹാഡ്, യെസ് ഹി ഹാഡ് എ സൈക്കിൾ. നോ, നോ ഹി ഹാഡിൻറ്റ്, നോ ഹി ഹാഡിൻറ്റ് എ സൈക്കിൾ. നോ ഹി ഹാഡ് എ ബൈക്ക്. കണ്ടോ? അതിനടുത്ത രീതി ഇങ്ങനെയാണ് ഗോട്ട് പ്രയോഗം. ഓർമ്മയുണ്ട് ഗോട്ട്? രണ്ടാമത്തെ അപ്പൊ എന്ത് ചെയ്യും? ഇവിടെയാണ് ഫിറ്റ് ചെയ്യാം. ഹി ഹാഡ് ഗോട്ട് എ സൈക്കിൾ. ഞാന് ഈ വാചകം വായിക്കാതിരിക്കുന്നതെന്ന് വെച്ചാല് ഈ ഗോട്ട് വയ്ക്കുന്ന സ്ഥലം ഇവിടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വാചകം തന്നെയാണ്. അത് എവിടെയാണ് ഗോട്ട് വയ്ക്കേണ്ടത് നമ്മുടെ തല്ലിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ്. അതിന് വേറെ പുതിയ വാചകം അല്ലത്. ആ പഴയ വാചകത്തിൽ ഹാഡ് കഴിഞ്ഞിട്ട് ഗോട്ട് വെച്ചാൽ മതി. ഗോട്ട് എന്ന് പറഞ്ഞാൽ ലഭിച്ചു എന്നുള്ള അർത്ഥമല്ല കേട്ടോ. അങ്ങനത്തെ വാർത്തയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗെറ്റൊക്കെ ടെൻസെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഗെറ്റിനെ പറഞ്ഞ് വിശദമായിട്ട് പഠിക്കട്ടെ. ഗെറ്റ് ഒരു പരാക്രമിയാണ്, പരാക്രമി. ഗെറ്റിന്റെ എന്തെല്ലാം ഉപയോഗം ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ ഇംഗ്ലീഷിന്റെ യഥാർത്ഥ മാധുര്യമൊക്കെ വരണമെങ്കിൽ ആ ഭാഗമൊക്കെ എടുക്കുമ്പോൾ എന്താണ് ടെൻസ് എടുക്കുമ്പോഴേ തന്നെ നമ്മളുടെ എല്ലാ എന്താ പറയുക സന്തോഷം ഇളകും. കൂട്ടത്തിൽ അതിന്റെ തൊങ്ങല് പോലെ അതിന്റെ കിരീടം പോലെയാണ് ഗെറ്റിന്റെ ഒക്കെ അടുത്ത ക്ലാസ്സൊക്കെ വരിക കേട്ടോ. അപ്പൊ നമ്മളാണ് സന്തോഷം കൊണ്ട് തിരയടിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഗെറ്റിന്റെ അർത്ഥം ഇവിടെ ഇല്ല, ലഭിക്കാന്നുള്ള അർത്ഥമില്ല, ഒരു സ്റ്റൈല്. എന്നിട്ട് എന്താ ഹി ഹാഡ് ഗോട്ട് എ സൈക്കിൾ, അവന്റെ സൈക്കിൾ ലഭിച്ചു എന്നല്ല. എന്തിന്റെ അർത്ഥം? അവന് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ അർത്ഥം തന്നെ കേട്ടാ. ഹി ഹാഡ് ഉണ്ടെങ്കിലും അല്ല, ഗോട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നുള്ള അർത്ഥം വരും. ഓക്കെ, നെഗറ്റീവ് എന്താ പെട്ടെന്ന് പറയാം കേട്ടാ. രണ്ടെന്താ? ഹി ഹാഡ് എന്താണ്? ഹാഡ് നോട്ട് ഗോട്ട് എ സൈക്കിൾ. അപ്പൊ വെറുതെ നമുക്ക് പഴയ പോലെ നോട്ട് ചെയ്യാതെ ഇനി ഹാഡ് മുന്നോട്ട്. അപ്പൊ മൂന്നെന്താ? ഹാഡ് ഹി ഗോട്ട് എ സൈക്കിൾ. ചോദിച്ചിട്ട് നാലാമത്തെ എന്താ? നാലാമത്തെ ഹാഡ് നോട്ട്. ഈ ഹാഡ് നോട്ട് മാത്രം മുന്നോട്ട്. അപ്പൊ എന്താ? ഹാഡ് നോട്ട് ഹി ഗോട്ട് എ സൈക്കിൾ. ഇനി ആൻസേഴ്സ് എന്താ? NSWERS. അവിടെ എന്താണ്? 4 ക്വസ്റ്റ്യൻ അല്ലേ? 2 ക്വസ്റ്റ്യൻ. ഹാഡ് ഹി ഗോട്ട് എ സൈക്കിൾ, അവന് സൈക്കിള് ഉണ്ടായിരുന്നോ? ഹാഡ് നോട്ട് ഹി ഗോട്ട് എ സൈക്കിൾ, അവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഉത്തരങ്ങൾ പറഞ്ഞേ? പറ. യെസ്. രണ്ടെന്താ? യെസ് ഹി ഹാഡ് ഗോട്ട്. പറഞ്ഞിട്ട് എന്താണ്? ഹി ഹാഡ് ഗോട്ട്. മൂന്നെന്താ? യെസ്. ഞാനിത് മുഴുവൻ പറയും. എന്താണ്? ഹി ഹാഡ് ഗോട്ട് എ സൈക്കിൾ. 4 എന്താ? നോ. 5 നോ. നെഗറ്റീവ് ഹാഡ് നോട്ട് ഗോട്ട് വരെ. ഹി ഹാഡ് നോട്ട് ഗോട്ട്. 6 എന്താ? നോ ഹി ഹാഡ് നോട്ട് ഗോട്ട് എ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ആയ മുഴുവൻ. 7 എങ്ങനെയാ? നോ നേരിട്ട് എന്ത് ചെയ്യണം? അറിയാമല്ലോ എങ്ങനെയാ? സൈക്കിൾ വരെ വേറെ എന്തെങ്കിലും വെക്കുക. അപ്പൊ എന്താ? ഹി ഹാഡ് ഗോട്ട് എ ബൈക്ക്. അല്ല, അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. പോസിറ്റീവ് ആയി പറഞ്ഞാൽ ഹി ഹാഡ് ഗോട്ട് എ സൈക്കിൾ, ഹി ഹാഡ് നോട്ട് ഗോട്ട് എ സൈക്കിൾ, ഹാഡ് ഹി ഗോട്ട് എ സൈക്കിൾ, ഹാഡ് ഹി ഗോട്ട് എ സൈക്കിൾ. പിന്നീട് ഉത്തരം പറയാം. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പറയാം കേട്ടോ. ഈ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പറയാന്നുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. നിങ്ങൾ മറക്കരുത് കേട്ടോ.
ഇനി നമുക്ക് സബ്ജക്റ്റ് ഐ വെച്ച് ഒരു വാചകം പറയാം. I had an auto rickshaw. I had an auto rickshaw. വേഗം പറയാം. I എന്താ did not പിന്നെ have an auto rickshaw. മൂന്നെന്താ നമ്മള് ഡിഡ് മുന്നോട്ട് വയ്ക്കുക അല്ലേ. Did I have an auto rickshaw? ഈ ഓട്ടോറിക്ഷയുടെ മുമ്പില് എന്താ പറയാ, ഒരു ഓട്ടോറിക്ഷയ്ക്ക് എന്ന് പറഞ്ഞൂടെ. പക്ഷെ എന്ന് പറഞ്ഞാല് അതിന്റെ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. നിങ്ങള് മാസം മുൻപ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൊരു പാഠം എടുത്തിട്ടുണ്ട്. ആ പാഠം എന്തായാലും കാണണം. അത് കണ്ടു കഴിഞ്ഞാല് എപ്പോഴാണ് ഉപയോഗിക്കുക, എപ്പോഴാണ് ഉപയോഗിക്കുക അറിയാൻ പറ്റും. അത് കാണാം കേട്ടോ. ഓക്കെ, ചോദിച്ചില്ല. നാലാമത്തെ എന്താണ്, ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ, ഈ ഡിഡ് നോട്ട് ഐ ഹാവ് ആൻ autorickshaw. I had an autorickshaw. I didn't have an autorickshaw. Did I have an autorickshaw? Didn't I have an autorickshaw? എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നോ, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. എന്നിട്ട് അതിന്റെ 7 ഉത്തരങ്ങൾ എന്താണ്, 7 ആൻസേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലേ. നമുക്ക് എന്താണ് 7 ഉത്തരങ്ങൾ നമുക്ക് എന്താ പറയാല്ലേ, അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി നമുക്ക് അതിന്റെ ബ്രിട്ടീഷ് സ്റ്റൈൽ നോക്കാം. ബ്രിട്ടീഷ് സ്റ്റൈലിൽ ഫസ്റ്റ് വാചകം എന്താണ്, ഒന്നെന്താ, I had an autorickshaw. നെഗറ്റീവ് 2, ഹാഡിന് പകരം I had not an autorickshaw. 3 ചോദ്യം ഉണ്ടാക്കുക. ഈ ഹാഡ് എടുത്ത് മുന്നോട്ട് എന്താ, had I an autorickshaw. അല്ല, നാലാമത്തെ എന്താ, ഈ ഹാഡിനോട്ട് മുന്നോട്ട് എന്ത് ചെയ്യും, had not I an autorickshaw. I had an autorickshaw. I had not. നേരിട്ട് നോട്ട് ചെയ്ത് had not an autorickshaw. ചോദ്യം had I an autorickshaw. Hadn't അല്ലെങ്കിൽ had not I an autorickshaw. ഈ ആൻസേഴ്സ് NSWERS. 2 അല്ല, ഒരു എന്താണ്, നമ്മുടെ അതിനൊപ്പം എന്താണ്, അഞ്ചാമത്തെ ഒരു നെഗറ്റീവ് ഇടുന്നില്ല. അഞ്ചാമത്തെ നെഗറ്റീവ് എന്താണ്, അതിനുണ്ടാക്കിയ നമ്മുടെ രണ്ടാമത്തെ വാചകം ഈ നോട്ടും ആനും ഉണ്ട്. കഴിഞ്ഞ എക്സാമ്പിളിൽ നോട്ട് ആയി വന്നത്, ഇവിടെ നോട്ട് ആനും വന്നു. ഈ ആൻ വരുത്താണ് നോട്ട് ഓട്ടോറിക്ഷ അത് കൽപ്പിച്ചിട്ട് എഴുതുന്നത് കേട്ടോ. അപ്പൊ ഈ നെഗറ്റീവ് ഉണ്ടാക്കുക ഈ വാചകം. അപ്പൊ എന്താ, I had പറഞ്ഞ എന്താ പറയാ, നോട്ടും ആനും ചേർന്നാൽ എന്താണ്, നോ എന്താണ്, ഓട്ടോറിക്ഷ. അപ്പൊ 3 നെഗറ്റീവ് എന്താ, I didn't have an autorickshaw എന്ന് അമേരിക്കൻ സ്റ്റൈലിലും ബ്രിട്ടീഷ് സ്റ്റൈലിലും എന്താണ്, I had not an autorickshaw എന്നും പറയാം, I had no autorickshaw എന്നും പറയാം. ഇനി 7 NSWERS. 2 ക്വസ്റ്റ്യൻ എന്താണ്, had I an autorickshaw, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നോ. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഹാഡിൻ്റെ I an autorickshaw, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ തന്നെ വേഗത്തിലാണ് പറയുകയാണ്. എന്താണ് ഉത്തരം പറഞ്ഞോ, യെസ്. എന്താ, യെസ് എന്താണ്, I had. 3 എന്താ, യെസ് എഴുതിട്ട് ഈ വാചകം അപ്പൊ എന്താ, I had an autorickshaw. 4 എന്താ, നോ. 5 എന്താണ്, ഇനി നിങ്ങൾ പറയണെന്താ, നിങ്ങൾക്ക് ഇതെല്ലാം വരാത്തല്ലേ. നമ്മൾ ഈസ് മുതൽ ടെക്നിക്ക് ആണല്ലോ, ഈസ് മുതൽ ഈ ക്ലാസ് അവസാനിക്കുന്നത് എന്താണ്, ഈ ടെക്നിക്കാണ്. അപ്പൊ നിങ്ങളത് പഠിക്കേണ്ടെന്ന് ആഗ്രഹിച്ചാൽ പോലും പഠിച്ചു പോകും. ഓക്കെ,
അപ്പൊ അടുത്ത നെഗറ്റീവ് നോന്ന് എഴുതിയിട്ട് നെഗറ്റീവ് ആയതിന്റെ എന്താണ് ഹാഡ് നോട്ട്. അപ്പൊ എന്താ ഐ ഹാഡ് നോട്ട്. ആരെന്താ നോന്ന് എഴുതിയിട്ട് ഇത് മുഴുവൻ എന്താ ഐ ഹാഡ് നോട്ട് ആൻ ഓട്ടോറിക്ഷ. 7 നോന്ന് എഴുതിയിട്ട് ഫസ്റ്റ് വായതിൽ ഓട്ടോറിക്ഷയ്ക്ക് വരെ എന്ത് ചെയ്യാം വേറെ എന്തെങ്കിലും എഴുതാം. അപ്പൊ എന്താ നോന്ന് എഴുതിയിട്ട് എന്താ ഐ ഹാഡ് എ ജീപ്പ്. വേണ്ട, ഇവിടെ ആൻ ഓട്ടോറിക്ഷയാണ്. ജീപ്പ് വന്നപ്പോ എന്തായി എന്താ ആൻ വെക്കാഞ്ഞത്? ആനല്ലേ വെക്കേണ്ടത്, ഇവിടെ ആനായിരുന്നല്ലോ. അല്ല അല്ലെ, എന്താ നമ്മൾ ആർട്ടിക്കിളിന്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 ചോദ്യം. ഹാഡ് ഐ ആൻ ഓട്ടോറിക്ഷ, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്ന. അതിനെന്താണ് ഹാഡിന്റെ ഐ ആൻ ഓട്ടോറിക്ഷ, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഉണ്ടായിരുന്നു. യെസ് ഐ ഹാഡ്, എനിക്കുണ്ടായിരുന്നു എന്നിട്ടാ എന്താ ഓട്ടോറിക്ഷ. യെസ് ഐ ഹാഡ് ആൻ ഓട്ടോറിക്ഷ, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നോ ഉണ്ടായിരുന്നില്ല. നോ ഐ ഹാഡ് നോട്ട്, എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല നോ ഓട്ടോറിക്ഷ. സൈക്കിൾ ഓടിക്കാൻ കാശില്ല. നോ ഐ ഹാഡ് നോട്ട് ആൻ ഓട്ടോറിക്ഷ, ഇല്ല എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എന്നിട്ടുണ്ടായിരുന്നേ നോ ഐ ഹാഡ് എന്താണ് ജീപ്പ്, അല്ല എനിക്ക് ഒരു ജീപ്പാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഗോട്ട് സൈഡിലേക്ക് പോവാം. ഇവിടെ ഐ ഹാഡ് ഗോട്ട്, ഗോട്ട് വയ്ക്കുന്ന സ്ഥലം ഹാഡ് കഴിഞ്ഞാൽ ഇനി ഐ ഹാഡ് ഗോട്ട് എൻ ഓട്ടോറിക്ഷ. രണ്ടെന്താ പറഞ്ഞേ ഐ പറയും ഹാഡ് നോട്ട്, ഹാഡ് ചെയ്തിട്ട് നോട്ട് ഗോട്ട് എൻ ഓട്ടോ റിക്ഷ. വേണ്ട, നമ്മള് നോട്ട് വയ്ക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നോട്ട് വയ്ക്കുക. ഒരു ഗോട്ട് എന്നൊരു വാക്ക് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ വീക്ക്നെസ് ആണ്. അവര് വീക്ക്നെസ് നമ്മളായിട്ട് മാറ്റാൻ നിൽക്കണ്ട. എന്താണ് അവര് ഗോട്ട് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേർ ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നവരെ കവി അല്ല ലിറ്ററലിൽ പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് സമാധാനം കിട്ടിട്ട് ഇങ്ങനെ തന്നെ പറയാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് 3 എന്താ? 3 ഈ ഹാഡ് മുന്നില്ലേ, ഹാഡ് ഐ ഗോട്ട് an auto rickshaw. 4 എന്താ? ഈ ഹാഡ് നോട്ട് എന്താ? ഹാഡ് നോട്ട് ഐ അങ്ങോട്ട് നടത്തി എന്താണ് ഗോട്ട് an auto rickshaw. ഇനി നമുക്ക് ഒരു നെഗറ്റീവ് കൂടി ഉണ്ടല്ലോ. ഏതാണ് നെഗറ്റീവ്? അല്ല, ആ നെഗറ്റീവ് ഇതിലില്ലല്ലോ അല്ലേ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ സ്റ്റൈലാണ്. അപ്പൊ എന്താ? ഐ ഹാഡ് ഗോട്ട് എൻ ഓട്ടോറിക്ഷ, എനിക്ക് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഐ ഹാഡ് നോട്ട് ഗോട്ട് എൻ ഓട്ടോറിക്ഷ, ഹാഡ് ഐ ഗോട്ട് എൻ ഓട്ടോറിക്ഷ, ഹാഡ് നോട്ട് ഐ ഗോട്ട് എൻ ഓട്ടോറിക്ഷ. വേണ്ട, ഇത് നമുക്ക് 7 ഉത്തരങ്ങൾ. എന്താണ് 7 ഉത്തരങ്ങൾ? 7 ANSWERS. ഇവിടെ എന്താണ്? 4 എന്താ? യെസ്. രണ്ടെന്താ? യെസ് ഐ ഹാഡ് ഗോട്ട്, ഐ ഹാഡ് ഗോട്ട്. 3 എന്താ? 3 യെസ് ഐ ഹാഡ് ഗോട്ട്. ഇത് മുഴുവൻ പറയാം. ഫസ്റ്റ് വാല്യം മുഴുവൻ ഗോട്ട് ആൻ ഓട്ടോറിക്ഷ. 4 നോ. 5 എന്താ? നോ. അത് എഴുതിട്ട് നെഗറ്റീവിലേക്ക് എടുക്കുന്നത് ഐ എന്താണ് നെഗറ്റീവ്? ഐ ഹാഡ് നോട്ട് ഗോട്ട്, ഐ ഹാഡ് നോട്ട് ഗോട്ട്. 6 എന്താ? നോന്ന് എഴുതിയിട്ട് ഇത് മുഴുവൻ പറയാം. ഈ രണ്ടാമത്തെ മുഴുവൻ എന്താ? ഐ ഹാഡ് നോട്ട് ഗോട്ട് an ഓട്ടോറിക്ഷ. 7 എന്താ? നോന്ന് എഴുതിയിട്ട് ഈ ഓട്ടോറിക്ഷയ്ക്ക് പറയാൻ എന്ത് ചെയ്യാൻ മറ്റേതിന് പറയാം. അപ്പൊ എന്താ? നോ ഐ എന്താണ്? ഫസ്റ്റ് വാല്യം ഹാഡ് ഗോട്ട് എന്താണ്? ജി. 2 ചോദ്യമുണ്ട്. ഹാഡ് ഐ ഗോട്ട് എൻ ഓട്ടോറിക്ഷ, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു.
had not I got an auto-rickshaw. എനിക്ക് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ലേ. ഗോട്ട് അവിടെ ഉണ്ടെങ്കിലും ഗോട്ടിനെ കുറിച്ച് എന്താണ് അതിന്റെ അർത്ഥം ഒന്നും എടുക്കരുത് കേട്ടോ. ലഭിച്ചു എന്നുള്ള അർത്ഥം എടുക്കാൻ പാടില്ല. ഉത്തരങ്ങൾ എന്താ? യെസ് ഉണ്ടായിരുന്നു. യെസ് ഐ ഹാഡ് ഗോട്ട്. എനിക്കുണ്ടായിരുന്നു. യെസ് ഐ ഹാഡ് ഗോട്ട് an auto-rickshaw. എനിക്ക് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. നോ ഉണ്ടായിരുന്നില്ല. നോ ഐ ഹാഡ് നോട്ട് ഗോട്ട്. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. നോ ഐ ഹാഡ് നോട്ട് ഗോട്ട് an auto-rickshaw. ഇല്ല എനിക്ക് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നിട്ടുണ്ടായിരുന്നത് നോ ഐ ഹാഡ് ഗോട്ട് a jeep. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റ് യു വെച്ചുള്ള വാചകം പറയാം. നോക്കുക. ഒന്ന്, യു ഹാഡ് ബുക്സ്. നിനക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഇപ്പൊ യു ഡിഡ് നോട്ട് ഹാവ് ബുക്സ്. മൂന്ന് ഡിഡ് മുന്നെടുക്കില്ലേ? ഡിഡ് യു ഹാവ് എന്താണ്? ബുക്സ്. നാലാമത്തെ ഡിഡ് നോട്ട് യു ഹാവ് ബുക്സ്. യു ഹാഡ് ബുക്സ്. നിനക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. യു ഡിഡ് നോട്ട് ഹാവ് ബുക്സ്. നിനക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡിഡ് യു ഹാവ് ബുക്സ്. നിനക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഡിഡ് നോട്ട് യു ഹാവ് ബുക്സ്. നിനക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലേ? 7 ഉത്തരങ്ങൾ, 7 ആൻസേഴ്സ് എന്ന് പറയണം. ഉത്തരം യെസ്. യെസ് യു ഹാഡ്. യെസ് യു ഹാഡ് ബുക്സ്. നോ. നോ യു ഡിഡ് നോട്ട് ഹാവ്. നോ യു ഡിഡ് നോട്ട് ഹാവ് ബുക്സ്. നോ യു ഹാഡ് പെൻസ്. പേനകൾ. അങ്ങനെ 7 ഉത്തരം ഉണ്ടെന്ന് അറിയാമല്ലോ. അത് നമ്മൾ പറയുന്നതിന് മുൻപ് പഠിച്ചാണ്. ഏതാണ് ഇതിന്റെ ബ്രിട്ടീഷ് വരിക? നോക്കാം കേട്ടോ. യു ഹാഡ് ബുക്സ് ഒന്നാമത്തെ വാചകം. രണ്ടെങ്ങനെയാ? യു ഹാഡ് കഴിഞ്ഞ് നോട്ട്. യു ഹാഡ് നോട്ട് എന്താണ്? ബുക്സ്. മൂന്നെങ്ങനെയാ? ഹാഡ് മുന്നില്ല. ഹാഡ് യു. ഹാഡ് യു എന്താണ്? ഈ ഹാഡിന്റെ ഡി. ഹാഡ് യു ബുക്സ്. നാലാമത്തെ എന്താണ്? ഈ ഹാഡിനായിട്ട് മുന്നടിക്കുമ്പോൾ എന്താ? ഹാഡ് നോട്ട് യു ബുക്സ്. യു ഹാഡ് ബുക്സ്. യു ഹാഡ് നോട്ട് ബുക്സ്. ഹാഡ് യു ബുക്സ്. ഹാഡ് നോട്ട് യു ബുക്സ്. ഇവിടെ അഞ്ചാമത്തെ വാചകമില്ല. കാരണം എന്താ? നോട്ടും ഏയും. നോട്ടും ഏയും ഉണ്ടെങ്കിലാണ് അങ്ങനെ വാചകത്തിന് സ്കോപ്പ് ഉള്ളത് കേട്ടോ. നോട്ട് ഏയോ അല്ലെങ്കിൽ നോട്ട് ഏനോ ഉണ്ടെങ്കിൽ. നോട്ട് അത് രണ്ടും ഈ വാചകത്തിൽ പ്ലൂരലാണ്. ബുക്സ് ആണല്ലോ. അതുകൊണ്ട് എന്നൊന്നും വരുന്നില്ല കണ്ടോ. അതുകൊണ്ടാണ് ഈ നമ്മുടെ സാധാരണ വരാറുള്ള അഞ്ചാമത്തെ നെഗറ്റീവ് വാചകം ഇതിലുണ്ടാകാത്തതിന് കാരണം പുസ്തകങ്ങൾ പ്ലൂരലായതുകൊണ്ട് എ അല്ലെങ്കിൽ എൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ആൻസേഴ്സ്. ANSWERS. 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഹാഡ് യു ബുക്സ്. അതിനെന്താ? ഹാഡ് നോട്ട് യു ബുക്സ്. നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ആൻസേഴ്സ് 1 യെസ്. രണ്ടെന്താ? യെസ് പറഞ്ഞേ. യു ഹാഡ്. മൂന്നെന്താ? യെസ്. ഇത് മുഴുവൻ എന്താ? യു ഹാഡ് എന്താണ്? ബുക്സ്. 4 നോ. 5 നോ. നെഗറ്റീവിന് യു ഹാഡ് നോട്ട്. നോ യു ഹാഡ് നോട്ട്. 6 എന്താ? നോന്ന് എഴുതിയിട്ട് ഇത് മുഴുവൻ എന്താ? യു ഹാഡ് നോട്ട് എന്താണ്? ബുക്സ്. 7 എന്താ? നോ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ ബുക്സിന് വരെ എന്ത് ചെയ്യണം? നോ യു ഹാഡ് എന്താണ്? ബുക്കിന് വരെ എന്താണ്? പേനകളായിക്കോട്ടല്ലേ, പേരൻസ്. അത് 2 ചോദ്യം ഉണ്ട്. ഹാഡ് യു ബുക്സ്. നിങ്ങൾക്ക് പുസ്തകം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ? ഹാഡ് നോട്ട് യു ബുക്സ്. നിങ്ങൾക്ക് പുസ്തകം ഉണ്ടായിരുന്നില്ലേ? മറുപടി യെസ് ഉണ്ടായിരുന്നു. യെസ് യു ഹാഡ്. നിനക്കുണ്ടായിരുന്നു. യെസ് യു ഹാഡ് ബുക്സ്. നിനക്ക് പുസ്തകം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നോ ഇല്ല, അത് ഉണ്ടായിരുന്നില്ല. നോ യു ഹാഡ് നോട്ട്. നിനക്കൊന്നും ഉണ്ടായിരുന്നില്ല പുസ്തകങ്ങൾ. സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? നോ യു ഹാഡ് നോട്ട് ബുക്സ്. നിനക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? നോ യു ഹാഡ് പെൻസ്. നിനക്ക് പേനകളാണ് ഉണ്ടായിരുന്നത്. പേനകൾ. ഇനി നമുക്ക് എന്താണ്? ഈ ഗോട്ട് വയ്ക്കുന്ന ആശയിലേക്ക് പോവാം.
ഗോട്ട് നമ്മൾ എവിടെ വെക്കണ സ്ഥലം എവിടെയാ? ഹാഡ് കഴിഞ്ഞിട്ടില്ലേ? അപ്പൊ എന്താ ഇവിടെ ഹാഡ് കഴിഞ്ഞിട്ട് ഗോട്ട്. എന്താണ്? യു ഹാഡ് ഗോട്ട്. ഇവിടെയാണ് ആര് വരുന്നത്? ഇവിടെയാണ് ആര് വരുന്നത്? അപ്പൊ നമ്മുടെ ബുക്സ് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? യു ഹാഡ് ഗോട്ട് ബുക്സ്. എനിക്ക് വരിക 2. യു ഹാഡ് നോട്ട് ഗോട്ട് ബുക്സ്. മൂന്നാമത്തെ നെഗറ്റീവ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഹാഡ് മുന്നോട്ടേക്ക്. ഹാഡ് യു ഗോട്ട് ബുക്സ്. നാലാമത്തെ ഈ ഹാഡ് നോട്ട് മുന്നോട്ടേക്ക് എന്ത് വരും? ഹാഡ് നോട്ട് യു ഗോട്ട് ബുക്സ്. അപ്പൊ എന്താ? യു ഹാഡ് ഗോട്ട് ബുക്സ്, യു ഹാഡ് നോട്ട് ഗോട്ട് ബുക്സ്, ഹാഡ് യു ഗോട്ട് ബുക്സ്, ഹാഡ് നോട്ട് യു ഗോട്ട് ബുക്സ്. ഓക്കെ, ഇതിന്റെ ആൻസേഴ്സ് എന്താണ്? ആൻസേഴ്സ് INSWERS. 1, 2 ചോദ്യത്തിൽ 2 ക്വസ്റ്റ്യനില് ഹാഡ് യു ഗോട്ട് ബുക്സ്, നിനക്ക് പുസ്തകം ഉണ്ടായിരുന്നോ? എന്താണ്? ഹാഡ് നോട്ട് യു ഗോട്ട് ബുക്സ്, നിനക്ക് പുസ്തകം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ്? കേട്ടാൽ എന്ത് പറയും? യെസ്. എന്താ? യെസ്. രണ്ടെന്താ? യെസ് എഴുതിട്ട് ഐ എന്നാണ് പറയുന്നില്ലേ? എനിക്ക് കിട്ടിയെന്ന് പറയുന്നില്ല. നമ്മൾ ഐ വേറെ പഠിച്ചത് കൊണ്ട് യു വെച്ചാൽ പറഞ്ഞോളി. കേട്ടപ്പോ എന്ത് വരിക? എന്താ? യെസ് യു ഹാഡ് ഗോട്ട്. 3 എന്താ? യെസ് യു ഹാഡ് ഗോട്ട് എന്താണ്? ബുക്സ്. 4 നോ. 5 നോ എന്താ? നെഗറ്റീവിലേക്ക് ഇടും. എന്താ? യു ഹാഡ് നോട്ട് ഗോട്ട്. 6 എന്താ? നോ എഴുതുന്നത് മുഴുവൻ പറയാം. എന്താ? നോ യു ഹാഡ് നോട്ട് ഗോട്ട് ബുക്സ്. 7 എന്താ? നോ എന്താണ്? ഫസ്റ്റ് ഭാഗത്തില് എന്താണ്? യു ഹാഡ് ഗോട്ട് എന്താണ്? ഹാഡ് ഗോട്ട് പെൻസ്. പേനുകൾ എന്ന് മാറ്റി പറയാം. അപ്പൊ എന്താ? ഇവിടെ 2 ചോദ്യം. ഹാഡ് യു ഗോട്ട് ബുക്സ്, നിനക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹാഡ് നോട്ട് യു ഗോട്ട് ബുക്സ്, നിനക്ക് പുസ്തകം ഉണ്ടായിരുന്നില്ല. ഉത്തരം യെസ്. യെസ് യു ഹാഡ് ഗോട്ട്, നിനക്ക് ഉണ്ടായിരുന്നു. യെസ് യു ഹാഡ് ഗോട്ട് ബുക്സ്, നിനക്ക് പുസ്തകം ഉണ്ടായിരുന്നു. നോ ഉണ്ടായിരുന്നില്ല. നോ യു ഹാഡ് നോട്ട് ഗോട്ട്, നിനക്കൊന്നും ഉണ്ടായിരുന്നില്ല. നോ യു ഹാഡ് നോട്ട് ഗോട്ട് ബുക്സ്, നിനക്ക് പുസ്തകം ഉണ്ടായിരുന്നില്ല. നോ യു ഹാഡ് ഗോട്ട് പെൻസ്, ഇല്ല നിനക്ക് പേനകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിങ്ങനെ എന്താണ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ സബ്ജക്റ്റ് മാറ്റാം. യുന് എന്താണ്? ബുക്സിന് വേറെ എന്തെങ്കിലും പറയാം. അങ്ങനെ പല പല ഒബ്ജക്റ്റുകൾ പറഞ്ഞ് മാറ്റി പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് സബ്ജക്റ്റ് പ്ലൂരൽ വെച്ച് ഉള്ള വാചകം പറയാം. 1 എന്താണ്? ഗേൾസ് ഹാഡ് ഗുഡ് ടീച്ചേഴ്സ്. അല്ല, പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകർ ഉണ്ടായിരുന്നു. നെഗറ്റീവ് ഉണ്ടാക്കുക പറഞ്ഞ 2 എന്താ? ഗേൾ ഹാഡിന് പകരം ഡിഡ് നോട്ട് ഹാവ്. എന്താണ്? ഗുഡ് ടീച്ചേഴ്സ്. ചോദ്യം എന്താ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ. 3 എന്താ? ഡിഡ് ഗേൾസ് ഹാവ്. ഈ ഡിഡ് നോട്ട് ഹാവില് ഡിഡ് ഹാവ് എടുത്ത് ഇതിന്റെ അടുത്ത് വയ്ക്കാൻ അറിയാം. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ? ഡിഡ് ഗേൾസ് ഹാവ് എന്താണ്? ഗുഡ് ടീച്ചേഴ്സ്. 4ാമത് എന്താണ്? ഡിഡ് നോട്ട് ഗേൾസ് ഹാവ് ഗുഡ് ടീച്ചേഴ്സ്. അപ്പൊ എന്ത് 4 കാര്യം? ഗേൾസ് ഹാഡ് ഗുഡ് ടീച്ചേഴ്സ്, പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകർ ഉണ്ടായിരുന്നു. ഗേൾസ് ഡിഡ് നോട്ട് ഹാവ് ഗുഡ് ടീച്ചേഴ്സ്, പെൺകുട്ടികൾ നല്ല അധ്യാപകർ ഉണ്ടായിരുന്നില്ല. ഡിഡ് ഗേൾസ് ഹാവ് ഗുഡ് ടീച്ചേഴ്സ്, പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകർ ഉണ്ടായിരുന്നു. ഡിഡ് നോട്ട് ഗേൾസ് ഹാവ് ഗുഡ് ടീച്ചേഴ്സ്, പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകർ ഉണ്ടായിരുന്നില്ലേ. ഈ ഡിഡ് നോട്ട് ഡിഡിന്റെ നാക്കാന്ന് അറിയാലോ അല്ലെ. ഇനി എന്താണ്? 7 ആൻസേഴ്സ്. ഇതിന്റെ അടിയിലുണ്ട്, നമ്മൾ പറയാനുണ്ടാണ് അല്ലേ. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ബ്രിട്ടീഷ് സ്റ്റൈൽ പഠിക്കാം. അപ്പൊ എന്താ? 1 എന്ത് വരും? പറഞ്ഞേ.
ഗേൾസ് എന്താണ് ഗേൾസ് ഹാഡ് ഗുഡ് ടീച്ചേഴ്സ്. നേറ്റീവ് എന്താ പറഞ്ഞേ? ഗേൾസ് ഹാഡ് എഴുതി നോട്ട് ചേർക്കില്ല, ഹാഡ് നോട്ട് ഗുഡ്. ഞാൻ ടീച്ചേഴ്സ് ടീ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ടീ. ഇനി എന്താണ് മൂന്നെന്താ? ഹാഡ് മുന്നോട്ട് വയ്ക്കുക അല്ലേ? ഹാഡ് ഗേൾസ് എന്താണ്? ഹാഡ് ഗേൾസ് ഹാഡ് കണ്ടു കഴിഞ്ഞാൽ എന്താ? ഗുഡ് ടീച്ചേഴ്സ്. ചോദിച്ചിരുന്നു ആരെന്താ? ഹാഡ് നോട്ട് ഗേൾസ് എന്താണ്? ഗുഡ് ടീച്ചേഴ്സ്. അല്ല, ഗേൾസ് ഹാഡ് ഗുഡ് ടീച്ചേഴ്സ്, ഗേൾസ് ഹാഡ് നോട്ട് ഗുഡ് ടീച്ചേഴ്സ്, ഹാഡ് ഗേൾസ് ഗുഡ് ടീച്ചേഴ്സ്, ഹാഡ് നോട്ട് ഗേൾസ് ഗുഡ് ടീച്ചേഴ്സ്. അല്ല, ഈ ബ്രിട്ടീഷ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ എന്താണ് ഒരു മനസ്സുകൊണ്ട് വരുന്നില്ല. ഇവിടെ ഡിഡ് ഗേൾസ് ഹാവ് ഗുഡ് ടീച്ചേഴ്സ്? പെൺകുട്ടികൾ നല്ല ടീച്ചർമാരുണ്ടായിരുന്നു, അതിന് പകരം ഇവിടെ ചുങ്ങിപ്പോയ പോലെ ഹാഡ് ഗേൾസ് ഗുഡ് ടീച്ചേഴ്സ് അല്ല, ചുങ്ങിപ്പോയ പോലെ. അത് ഗേൾസ് എന്നൊക്കെ വായിച്ചോളൂ കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ആൻസേഴ്സ്. എന്താണ് ആൻസേഴ്സ്? ഇവിടെ എന്താണ് ആ അഞ്ചാമത്തെ നെഗറ്റീവില്ല. ഇവിടെ ടീച്ചേഴ്സ് പ്ലൂരലായതുകൊണ്ട് എ ഒന്നും വരുന്നില്ലല്ലോ. ഒരു ടീച്ചറാണ്. എന്താണ്? ഗേൾസ് ഹാഡ് എ ഗുഡ് ടീച്ചർ. അങ്ങനെയാണ് എന്താണ് നോ ഗുഡ് ടീച്ചർ എന്ന് തന്നെ. എ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർമാർക്ക് പകരം എ ഗുഡ് ടീച്ചർ എന്നാണെങ്കിൽ നമ്മൾ അഞ്ചാമത്തെ വാചകം വരും കേട്ടോ. അപ്പൊ അതിവിടെ ആവശ്യമില്ല, ടീച്ചേഴ്സ് ആയതുകൊണ്ട്. ഇനി ആൻസേഴ്സ്. ഒന്നാമത്തെ എന്താ? യെസ്. രണ്ട് യെസ് എഴുതിയിട്ട് ഗേൾസ് ഹാഡ്. മൂന്നെന്താ? യെസ് എഴുതി വാചകം മുഴുവൻ എന്താണ്? ഗേൾസ് ഹാഡ് ഗുഡ് ടീച്ചേഴ്സ്. നാല് അറിയാലോ, നോ. അഞ്ചെന്താ? നോ ഇതിന്റെ നെഗറ്റീവ് എന്താ? ഗേൾസ് ഹാഡ് നോട്ട്. നോ എന്താണ്? ഗേൾസ് ഹാഡ് നോട്ട്. ആറെന്താ? നോ എഴുതിയിട്ട് ഈ വാചകം മുഴുവൻ എന്താണ്? ഗേൾസ് ഹാഡ് നോട്ട് അല്ല, എന്താണ്? ഹാഡ് നോട്ട് ഗുഡ് ടീച്ചേഴ്സ്. ഏഴത്തിലെന്താ? ഏഴാമത്തെ നോ. ഈ ഫസ്റ്റ് വായന ചെയ്യട്ടെ. ഗേൾസ് ഹാഡ് ഗുഡ് ഫ്രണ്ട്സ്. പെൺകുട്ടികൾക്ക് നല്ല കൂട്ടുകാരുണ്ട് ചോദിക്കണേ. ഹാഡ് ഗേൾസ് ഗുഡ് ടീച്ചേഴ്സ്? പെൺകുട്ടികൾക്ക് നല്ല ടീച്ചർമാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ്? ഹാഡ് നോട്ട് ഗേൾസ് ഗുഡ് ടീച്ചേഴ്സ്? പെൺകുട്ടികൾക്ക് നല്ല ടീച്ചർമാർ ഉണ്ടായിരുന്നില്ല. ഉത്തരം യെസ്, ഉണ്ടായിരുന്നു. അടുത്ത് യെസ് ഗേൾസ് ഹാഡ്. പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് നല്ല ടീച്ചർമാര്. യെസ് ഗേൾസ് ഹാഡ് ഗുഡ് ടീച്ചേഴ്സ്. പെൺകുട്ടികൾക്ക് നല്ല ടീച്ചർമാരുണ്ടായിരുന്നു. നോ, ഉണ്ടായിരുന്നില്ല. നോ ഗേൾസ് ഹാഡ് നോട്ട്. പെൺകുട്ടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ടീച്ചർമാര് നല്ലത് അതൊന്നുണ്ടായിരുന്നില്ല. എന്താ? നോ ഗേൾസ് ഹാഡ് നോട്ട് ഗുഡ് ടീച്ചേഴ്സ്. ഇല്ല, പെൺകുട്ടികൾക്ക് നല്ല ടീച്ചർമാർ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ അവർക്ക് എന്നിട്ടുണ്ടായിരുന്നേ? അവർക്ക് നല്ല കൂട്ടുകാരാണ് ഉണ്ടായിരുന്നത്. നോ ഗേൾസ് ഹാഡ് ഗുഡ് ഫ്രണ്ട്സ്. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഗോട്ട് സ്റ്റൈൽ കൂടെ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കും. നമുക്കിനി ഈ വാചകം എന്താണ് ഗോട്ട് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. രണ്ടാമത്തെ പക്ഷെ എവിടെ ഹോട്ട് ചേർക്കുക? ഗാഡ് ഗേൾസ് ഹാഡ് ഗോട്ട്. രണ്ടാമത്തെ വാചകം പറഞ്ഞേ. ഗേൾസ് ഹാഡ് നോട്ട് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. മൂന്നെന്താ? ഹാഡ് മുന്നോട്ട് എന്ത് വരും? ഹാഡ് ഗേൾസ് ഗോട്ട് എന്താണ്? ഗുഡ് ടീച്ചേഴ്സ്. നാല് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
നാലെന്താ? had not girls got good teachers. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വാചകം ഗേൾസ് ഹാഡ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. അടുത്തെന്താ? ഗേൾസ് ഹാഡ് നോട്ട് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. അടുത്തെന്താ? ഹാഡ് ഗേൾസ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. അടുത്തത് ഹാഡ് നോട്ട് ഗേൾസ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. പിന്നെ 7 ഉത്തരങ്ങൾ എന്താ? 7 ആൻസേഴ്സ്. ANSWERS. 2 ചോദ്യം ഉണ്ട്. ഇവിടെ എന്താണ്? ഹാഡ് ഗേൾസ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. പെൺകുട്ടികൾക്ക് നല്ല ടീച്ചർമാരുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്താണ്? ഹാഡ് നോട്ട് ഗേൾസ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. പെൺകുട്ടികൾക്ക് നല്ല ടീച്ചർമാർ ഉണ്ടായിരുന്നില്ലേ? കേൾക്കണവർ എന്ത് പറയും? യെസ്. രണ്ടെന്താ? യെസ് പറഞ്ഞേ. ഗേൾസ് ഹാഡ് ഗോട്ട് വരെ. മൂന്നെന്താ? യെസ്. ഇത് മുഴുവൻ ഈ വാചകം മുഴുവൻ പറയാം കേട്ടോ. ഗേൾസ് ഹാഡ് ഗോട്ട് എന്താണ്? ഗുഡ് ടീച്ചേഴ്സ്. നാലെന്താ? നോ. 5 നോ. എന്താണ് നെഗറ്റീവ്? എന്താ? ഗേൾസ് ഹാഡ് നോട്ട് ഗോട്ട് വരെ ഇവിടം വരെ. 6 എന്താ? നോ നേരിട്ട് ഈ നെഗറ്റീവ് മുഴുവൻ പറയും. എന്താ? ഗേൾസ് ഹാഡ് നോട്ട് ഗോട്ട് എന്താണ്? ഗുഡ് ടീച്ചേഴ്സ്. 7ാമത്തെ എന്താ? നോ നേരിട്ട് ഫസ്റ്റ് അതിന്റെ ടീച്ചേഴ്സ് പറയുന്നത് എന്താ? ഗേൾസ് ഹാഡ് ഗോട്ട് എന്താണ്? ഗുഡ് ടീച്ചർമാർക്ക് എന്താ? ഫ്രണ്ട്സ്. എന്താ? നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ആദ്യം പറയട്ടെ. വെറുതെ എന്താണ്? പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകർ ഉണ്ടായിരുന്നു. ഗേൾസ് ഹാഡ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകർ ഉണ്ടായിരുന്നില്ല. ഗേൾസ് ഹാഡ് നോട്ട് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകർ ഉണ്ടായിരുന്നു. ഹാഡ് ഗേൾസ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകർ ഉണ്ടായിരുന്നില്ലേ? ഹാഡ് നോട്ട് ഗേൾസ് ഗുഡ് ടീച്ചേഴ്സ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. ഉത്തരങ്ങൾ യെസ്. യെസ് ഗേൾസ് ഹാഡ് ഗോട്ട്. യെസ് ഗേൾസ് ഹാഡ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. നോ. നോ ഗേൾസ് ഹാഡ് നോട്ട് ഗോട്ട്. No, girls had not got good teachers. No, girls had got good friends. No. Okay, അപ്പോൾ ഇതിനൊക്കെ അർത്ഥം അറിയാലോ. യെസ് ഉണ്ടായിരുന്നു. യെസ് ഗേൾസ് ഹാഡ് ഗോട്ട്. പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. യെസ് ഗേൾസ് ഹാഡ് ഗോട്ട് ഗുഡ് ടീച്ചേഴ്സ്. അപ്പോൾ പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകരുണ്ടായിരുന്നു. നോ ഉണ്ടായിരുന്നില്ല. നോ ഗേൾസ് ഹാഡ് നോട്ട് ഗുഡ്. പെൺകുട്ടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോ ഗേൾസ് ഹാഡ് നോട്ട് ഗുഡ് ടീച്ചേഴ്സ്. ഇല്ല പെൺകുട്ടികൾക്ക് നല്ല അധ്യാപകരുണ്ടായിരുന്നില്ല. നോ ഗേൾസ് ഹാഡ് ഗോട്ട് ഗുഡ് ഫ്രണ്ട്സ്. പെൺകുട്ടികൾക്ക് നല്ല സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഇതോടുകൂടി എന്താണ്? ഹാഡിന്റെ ബ്രിട്ടീഷ് സ്റ്റൈൽ കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ്? ഹാസ്, ഹാവ്, ഹാഡ് എന്നീ വാക്കുകളുടെ പല ഉപയോഗങ്ങളിൽ ഒരു ഉപയോഗമാണ് ഉണ്ട് അതിലുണ്ടായിരുന്നു. ഇവയുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് സ്റ്റൈൽ എന്താണ് പഠിച്ചു കഴിഞ്ഞു. ഹാസ് ഹാവ് ഹാഡിന്റെ പഠനം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഹാസ് ഹാവ് ഹാഡൊക്കെ എന്താണ്? വലിയ സംഭവങ്ങളായിട്ട് ടെൻസിന്റെ 2 പാർട്ടിലും വരും. ആക്റ്റീവ് വേഴ്സിലും വരും, പാസീവ് വേഴ്സിലും. അപ്പൊ നമുക്ക് അവിടെ വെച്ചെന്താണ് ഇനി ഇവരെ കാണാം. അതിന് മുമ്പ് ചെറുകിട ചില ഉപയോഗങ്ങൾ കൂടി ഇനി പഠിക്കാനുണ്ട്. ഇവരുടെ വലിയ എന്താണ് ഇവരുടെ പ്രയോഗങ്ങളൊക്കെ ടെൻസിലാണ് വരിക കേട്ടോ. ഒരു 10-15 ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടെൻസിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.